രാവിലെ സൂര്യൻ തെളിഞ്ഞപ്പോൾ തന്നെ ആമി തയ്യാറായി. സാധാരണ സ്കൂളിലേക്ക് പോകുന്നത് പോലെയല്ല ഇന്ന്. എന്തെങ്കിലും പുതിയ സാഹസം സംഭവിക്കുമെന്ന് അവളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. സ്കൂൾ ബസ് എത്തിയതും ആമി സന്തോഷത്തോടെ കയറി. കൂട്ടുകാരെ കണ്ടപ്പോൾ അവളുടെ ചിരി ഇനിയും വലുതായി. പക്ഷേ ആരും അറിയില്ലായിരുന്നു ഈ യാത്ര സാധാരണയാകില്ലെന്ന്. ബസ് മുന്നോട്ട് പോകുമ്പോൾ അച്ചാനക്കായി ഡാഷ്ബോർഡിലെ ലൈറ്റുകൾ തെളിയാൻ തുടങ്ങി. ഡ്രൈവർ പോലും ആശ്ചര്യപ്പെട്ടു. ആമിയുടെ കണ്ണുകൾ ആവേശത്തോടെ മിന്നി. അടുത്ത നിമിഷം സംഭവിച്ചത് വിശ്വസിക്കാൻ പറാത്ത കാര്യം. ബസിന്റെ ചക്രങ്ങൾ നിലത്തിൽ നിന്ന് പതുക്കെ ഉയർന്നു. ബസ് ആകാശത്തേക്ക് പറക്കാൻ തുടങ്ങി. വീടുകളും റോഡുകളും ചെറുതായി മാറി. മേഘങ്ങൾക്കിടയിലൂടെ പറക്കുന്ന ബസിൽ ആമി സന്തോഷത്തോടെ ചിരിച്ചു. പേടിക്ക് പകരം അവൾക്ക് തോന്നിയത് വലിയ സാഹസത്തിന്റെ ആവേശം മാത്രം. അപ്പോൾ ബസ്സിനുള്ളിൽ നിന്ന് ഒരു രസകരമായ റോബോട്ട് ശബ്ദം കേട്ടു. കുട്ടികൾ മുഴുവൻ പൊട്ടിച്ചിരിച്ചു. പെട്ടെന്ന് ബസ് ഒരു വലിയ മഴവില്ലിലേക്ക് കുതിച്ചു. നിറങ്ങൾ ചുണ്ടിത്തിരിഞ്ഞപ്പോൾ ആമിക്ക് തോന്നിയത് അവൾ സ്വപ്നത്തിലാണെന്ന പോലെ. മഴവിൽ കടന്നതോടെ ആകാശത്തിനിടയിൽ പൊങ്ങി നിൽക്കുന്ന ഒരു അദ്ഭുത സ്കൂൾ അവർ കണ്ടു. ബസിൽ നിന്ന് ഇറങ്ങിയതും കുട്ടികൾ നിലത്ത് നിൽക്കാനായില്ല. എല്ലാവരും വായുവിൽ പൊങ്ങി. ആമി ചിരിച്ചുകൊണ്ട് വട്ടം ചുറ്റി. അപ്പോൾ വലിയ ചിറകുകളോടെ ഒരു സൗഹൃദ ഡ്രാഗൺ അവരുടെ മുന്നിൽ ഇറങ്ങി. ഇതാണ് എന്റെ കൊച്ചു മാന്ത്രികർ, ഞാൻ നിങ്ങളുടെ പ്രിൻസിപ്പലാണ്. നന്ദി, ഇന്ന് നമുക്ക് വളരെയധികം മാന്ത്രികത പഠിക്കാം. അതെ, ഞങ്ങൾ തയ്യാറാണ്. ഡ്രാഗൺ പ്രിൻസിപ്പലിനെ കണ്ടതോടെ കുട്ടികൾ കൂടുതൽ ആവേശത്തിലായി. പക്ഷേ ആ സ്കൂളിൽ എല്ലാം വ്യത്യസ്തമായിരുന്നു. കസേരകൾ പോലും വായുവിൽ തിരിഞ്ഞു നിൽക്കുക ചെയ്തു. അചാനകമായി മുഴുവൻ ദ്വീപും അല്പം കുലുങ്ങി. ആകാശ ബസ് പ്രകാശം പതുക്കെ മങ്ങിയു തുടങ്ങി. എന്തോ വലിയ പ്രശ്നം സംഭവിക്കുകയായിരുന്നു. കുട്ടികളെല്ലാം പേടിച്ചു തുടങ്ങി. ബസ് വീണ്ടും പ്രവർത്തിക്കില്ലെങ്കിൽ അവർ വീട്ടിലേക്ക് തിരികെ പോകാൻ കഴിയില്ല. അപ്പോൾ ആമിയുടെ മനസ്സിൽ ഒരു ചെറിയ ഐഡിയ മിന്നി. ഈ ലോകം മുഴുവൻ സന്തോഷത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. എല്ലാവരും ചിരിക്കൂ. ആദ്യം ആരും മനസ്സിലാക്കിയില്ല. പക്ഷേ ഉടൻ മുഴുവൻ കുട്ടികളും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അവരുടെ ചിരി സ്വർണ്ണ പ്രകാശമായി മാറി ബസ്സിലേക്ക് ഒഴുകി. നിമിഷങ്ങൾക്കുള്ളിൽ ബസ് വീണ്ടും ശക്തിയോടെ തെളിഞ്ഞു. സാഹസം അവസാനിക്കുമ്പോൾ ബസ് വീണ്ടും മേഘങ്ങൾക്കിടയിലൂടെ പറന്നു വീട്ടിലേക്കുള്ള യാത്ര തുടങ്ങി. സ്കൂളിന് മുന്നിൽ ബസ് പതുക്കെ ഇറങ്ങി. എല്ലാം വീണ്ടും സാധാരണയായി. പക്ഷേ ബസിന്റെ ലൈറ്റുകൾ ആമിയുടെ രഹസ്യമായി കണ്ണിറുക്കി. അടുത്ത സാഹസം ഉടൻ വരാനിരിക്കുകയായിരുന്നു.